ബെഡൊക്കെ ഹാങ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ചെറിയൊരു പണി കിട്ടി. അതുകൊണ്ട് ചെറുതായിട്ട് നമ്മുടെ ബെഡിൽ നിന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഹായ്, അപ്പോൾ എൻ്റെ മഷ്റൂം ഫാമിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഒക്ടോബർ ഫസ്റ്റ് വീക്കിലായിരുന്നു ഞാനത് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഡേ 15 മുതൽ ഡേ 21 വരെ, അതായത് ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് വരെയുള്ള വീഡിയോസ് ഇതിലുണ്ടാവും. അപ്പോൾ ഡേ 15 നമ്മുടെ ബെഡിൻ്റെയൊക്കെ അവസ്ഥ എന്തായി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ 15ാമത്തെ ദിവസം നമ്മുടെ ബെഡിൻ്റെ കണ്ടീഷൻ ഇത് ഇങ്ങനെയാണ്. നമുക്ക് വേണ്ട രീതിയിൽ അത്യാവശ്യം പൂപ്പലൊക്കെ പിടിച്ച് ബെഡൊന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഏതെങ്കിലും ഒരു സൈഡിലൊന്ന് ഹാങ് ചെയ്യണം. അതിന് ഞാൻ ഈ റൂമിൻ്റെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണേ. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് കുറച്ച് ഹോളിട്ട് കൊടുക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂൺ ഉണ്ടായി വെളിയിലേക്ക് വരണമല്ലോ. അപ്പോൾ ഞാനതൊരു ബ്ലേഡ് ശരിക്കും ഒന്ന് കഴുകിയെടുത്ത് ഡെറ്റോളിലൊക്കെ ഒന്ന് കുറച്ച് നേരം മുക്കിയൊക്കെ വെച്ച് വേറെ കീടാണുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ആ ബ്ലേഡ് വെച്ചാണ് ചെയ്തേക്കണേ. അതിപ്പോൾ ഇന്ന രീതിക്ക് വേണമെന്നൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിക്ക് ചെറിയ കുറച്ച് ഹോളിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാണ് നിലവിൽ കണ്ടീഷൻ. അപ്പം ഇന്ന് മുതൽ നമ്മളിനി എല്ലാ ദിവസവും നമ്മുടെ ബെഡുകൾ നമ്മൾ നനച്ച് കൊടുക്കണം. അത് വെള്ളം സ്പ്രേ ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് ഇങ്ങനൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെള്ളം എല്ലായിടത്തേക്കും എത്താൻ അത് സഹായിക്കും. അപ്പോൾ 15 ദിവസമായ ബെഡുകളിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. നമ്മൾ കൃഷി ചെയ്യുന്ന റൂമിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മഴ പെയ്യുന്നത് എനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 17 ദിവസം ആയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബെഡുകൾക്ക് തീരെ ലൈറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാനതിനെ ജനലിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഡയറക്റ്റ് എല്ലാം സൺലൈറ്റ് കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാ 18ാമത്തെ ദിവസം നമ്മുടെ ആദ്യത്തെ മുട്ട ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ സന്തോഷം തോന്നി. കാരണം എന്തായാലും നമ്മുടെ പരീക്ഷണം വിജയിച്ചു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പിന്നെ മുകളിലത്തെ ബെഡിലും ചെറുതായിട്ട് മുട്ടൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 19ാമത്തെ ദിവസം നനയ്ക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ താഴത്തെ ബെഡിൽ മുട്ടിട്ടിരുന്നത് കുറച്ച് വലുതായിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള ബെഡിലും നമ്മൾ നേരത്തെ കണ്ട മുട്ടൊക്കെ ശരിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. 20ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹാർവെസ്റ്റിങ്ങിനുള്ള സമയം ഏതാണ്ടായിട്ടുണ്ട്. ഇത് ഒന്ന് കുറച്ചുകൂടി ഒന്ന് വിരിഞ്ഞു വന്നാൽ നമുക്ക് ഇന്ന് തന്നെ, അതായത് 20ാമത്തെ ദിവസം തന്നെ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാവുന്ന കണ്ടീഷനിലാണ് ഞാൻ കണ്ടത്. തന്നെയല്ല മുകളിലത്തെ ബെഡിലുണ്ടായിരുന്നതും കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. ഇത്രയും കണ്ടപ്പോൾ തന്നെ എന്തായാലും ഞാൻ ഹാപ്പി. കാരണം നമ്മൾ യാതൊരു പ്രതീക്ഷയില്ലാതെ ചെയ്തൊരു പരിപാടിയായിരുന്നു ഇത്. പകൽ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് എൻ്റെ അനിയത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഹാർവെസ്റ്റിംഗ്, ജസ്റ്റ് പിടിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി, ഇതിങ്ങനെ ഊരി പോകുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് തന്നെ ഞാൻ നോക്കിയിട്ട് ഏതാണ്ട് ഒരു 200-250 ഗ്രാമോളം ഉണ്ടായിരുന്നു. അത് ഒരു കറി വയ്ക്കാൻ അത് ധാരാളമാണ്. 200 ഗ്രാം നമ്മൾ കടയിൽ വാങ്ങാൻ ചെല്ലുവാണെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 100 രൂപയാണ്. പിന്നെ അന്ന് കിട്ടിയ കൂണ് നമ്മൾ അന്ന് തന്നെ കറി വെച്ച് കഴിച്ചു. ഇത് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അന്ന് ഹാർവെസ്റ്റ് ചെയ്ത സാധനം അന്ന് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഒരു 24 hours പിന്നെ 21ാമത്തെ ദിവസം ആയപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ബെഡിലുള്ളതും ഫസ്റ്റ് ഹാർവെസ്റ്റിങ്ങിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയാം എല്ലാം തന്നെ ആയി നിൽപ്പുണ്ട്. ഒരു ഉച്ചയോടുകൂടി പറിക്കാവുന്ന കണ്ടീഷനിലാണ് ഞാൻ നോക്കിയിട്ട് എല്ലാം ഉണ്ടായിരുന്നത്. ഈ കൂൺ ശരിക്കും അങ്ങ് വിരിഞ്ഞു വന്നാൽ അതാണ് അതിൻ്റെ ഒരു വിളവെടുപ്പ് സമയം എന്നാണ് പറയണത്. അതുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് മുമ്പ് നോക്കിയപ്പോൾ ശരിക്കും എല്ലാം നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം അങ്ങ് പറിച്ചു. ഇനിയിപ്പോൾ നിർത്തേണ്ട കാര്യമില്ല. നിന്നിട്ടുണ്ടെങ്കിൽ ഇത് വാടിപ്പോകും. ആ കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ നമ്മളിത് പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് കൊള്ളാതായി പോകും. ഇന്നത്തെ ഹാർവെസ്റ്റിങ് ഇന്നലത്തേക്കാളും കുറച്ചുകൂടി അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു 1/2 കിലോയോളം ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തേക്ക് കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 750 ഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ 2 ദിവസത്തെ ഹാർവെസ്റ്റിങ്. അതായത് 750 ഗ്രാമിന് മാർക്കറ്റിൽ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 375 രൂപ ആ ഒരു തോതിൽ വരും. അപ്പോൾ എന്തായാലും നമ്മുടെ മുടക്കിലും കൂടുതൽ നമുക്ക്
ഇതിൽ നിന്ന് ഇപ്പം നിലവിൽ നമുക്ക് ഹാർവെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ട് എനിക്കിതിൽ നഷ്ടമൊന്നുമില്ല. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഈ കൃഷി വിജയിക്കാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് മഴ തന്നെയാണ്. കാരണം ഇതിന് ഒരു ചെറിയൊരു തണുത്ത കാലാവസ്ഥയാണ് ഈ കൂണിന് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കിയിട്ട് പരിപാടി സക്സസ് ആകുമ്പോൾ ആർക്കാളുടെ സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനതൊന്ന് വിപുലമാക്കിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.